സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ ഒരു മരണം. തിരുവനന്തപുരം വർക്കല ഇടവ വെൺകുളം സ്വദേശി ഷൈനാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. അതേസമയം കൊല്ലത്തും കണ്ണൂരിലും പാലക്കാടും 2 പേർക്ക് സൂര്യാതപമേറ്റു. വേനൽ ചൂട് കടുത്തതോടെ വെന്തുരുകുകയാണ് കേരളം. സൂര്യാതപമേറ്റ തിരുവനന്തപുരം ഇടവ വെൺകുളം സ്വദേശിയും 40-കാരനുമായ ഷൈനാണ് മരണപ്പെട്ടത്. ഈ മാസം 18-ന് ജോലിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ആദ്യം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷൈനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയോടെയാണ് മരണപ്പെട്ടത്. അതേസമയം കൊല്ലത്തും കണ്ണൂരിലും പാലക്കാടും കുട്ടികൾക്കുൾപ്പെടെയുള്ളവർക്ക് സൂര്യാതപമേറ്റു. പൊരുംവഴി നടുവേല മുറിയിൽ 10 വയസ്സുകാരൻ ദേവനന്ദനാണ് ഇന്നലെ സൂര്യാതപമേറ്റത്. കൈക്കും തോളിനും അടക്കം പൊള്ളലേറ്റ കുട്ടിയെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. കണ്ണൂർ ഉള്ളിയേക്കലിൽ യുവാവിന് സൂര്യാതപമേറ്റു. കാഞ്ഞിരക്കുള്ളി സ്വദേശി അബിൻ ജോസിനാണ് വീട്ടിലേക്കുള്ള കുടിവെള്ള പൈപ്പ് ലൈൻ നന്നാക്കുന്നതിനിടെ പൊള്ളലേറ്റത്. ഇയാൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. പാലക്കാട് 12 വയസ്സുകാരൻ ദീക്ഷിതിനാണ് പൊള്ളലേറ്റത്. കഴിഞ്ഞ ആഴ്ച പുറത്ത് കളിക്കാനിറങ്ങിയപ്പോൾ മുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ കാണിച്ചപ്പോഴാണ് സൂര്യാതപമേറ്റതെന്ന് സ്ഥിരീകരിച്ചത്. കുട്ടിയുടെ കഴുത്തിന് ചുറ്റുമാണ് പൊള്ളലേറ്റത്. വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. ഈ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന അറിയിപ്പാണുള്ളത്. ജനം, തിരുവനന്തപുരം.